അടുത്തിടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്ളോഗൊക്കെ കാണാൻ പറ്റും. ഈവൻ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത് പോലും ഈ റീൽസിലൂടെ തന്നെയാണ്. 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വ്യൂ പോയിന്റ്, ഒരു സ്പോട്ട്, അത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ റീൽസിൽ നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നും, ഇതുവരെ എന്തേ ഞാൻ പോവാത്തേന്ന് ഓർത്തിട്ട്. ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള കംപ്ലീറ്റ് റൂട്ട് മാപ്പും സോഷ്യൽ മീഡിയ വഴി അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് അവിടെ എത്താനുള്ള സാഹചര്യം വേണം, സമയം വേണം, ഫിനാൻഷ്യൽ വേണം. ഈ 3 കാര്യം ഒത്തിണങ്ങാതെ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്പോട്സ് ഒക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്താൽ മതി. ട്രാവൽ എന്ന് പറയുന്നത് വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമല്ലല്ലോ, അതൊരു തെറാപ്പിയാണ്. ഭയങ്കരമായിട്ടും റിലാക്സേഷൻ കിട്ടുന്ന ഒരു മെത്തേഡ് തന്നെയാണ് നമ്മുടെ ട്രാവൽ. അത് ഒരുപാട് ദൂരെ പോയാലും അടുത്ത് പോയാലും കിട്ടുന്ന എൻജോയ്മെന്റ് ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ പൈസയും സാഹചര്യവും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ദൂരെ പോകാലോ. നമ്മുടെ അടുത്തുള്ള സ്പോട്ടും സ്ഥലങ്ങളൊക്കെ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? എക്സ്പ്ലോർ ചെയ്യാനും കാണാനും ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ വീടിന്റെ സ്ഥലത്തും അടുത്ത് വരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ ഒരുപാട് ദൂരെ മാത്രം ലക്ഷ്യം വെച്ച് ഒന്നും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ ട്രെൻഡിങ് റീൽസും കണ്ടിരിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ഈവൻ നമ്മുടെ ടെറസിന്റെ മുകളിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന സൂര്യോദയവും സൂര്യാസ്തമയത്തിന് പോലും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ മതി, നമുക്ക് മാക്സിമം റിലാക്സേഷൻ കിട്ടും. യാത്രയുടെ കാര്യത്തിൽ നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുന്ന പോലെ ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് തുടങ്ങിയാൽ മതി. നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് തൊട്ട് നമുക്ക് അങ്ങലേക്ക് എക്സ്പാൻഡ് ചെയ്യാലോ. നമ്മൾ എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു, എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ. എത്ര ദൂരത്താണ്, എങ്ങനെ പോകണം എന്നതിനെ പറ്റിയൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ ദൂരെയുള്ള യാത്രകൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ അടുത്തുള്ള ലൊക്കാലിറ്റീസ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് അവിടെയൊക്കെ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുക. ഈവൻ നമ്മുടെ അടുത്തുള്ള ഒരു ചിൽഡ്രൻ പാർക്കിലെ ഒരു ഫേവറേറ്റ് മരത്തിന്റെ താഴെയുള്ള ബെഞ്ചിലിരുന്നാൽ കിട്ടും നമുക്ക് ആ പറയുന്ന എക്സ്പീരിയൻസസ് ഒക്കെ.